ഐ എം സോറി. താൻ താൻ കുളിച്ചോളൂ. ഇതും പറഞ്ഞ് ജിമിൻ പെട്ടെന്ന് ബാത്റൂമിൽ നിന്നും ഇറങ്ങി. ഷോ, ഇതെന്താ എപ്പോഴും ഇങ്ങനെ? ഇതിനഴിയാൻ കണ്ടൊരു സമയം. അധികം ആലോചിച്ചു നിൽക്കാതെ തേയ വേഗം തന്നെ കുളിച്ചിറങ്ങി. റൂമിൽ ജിമിൻ ഒരു ടവൽ ഉടുത്തുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. തേയ കണ്ട ജിമിൻ പെട്ടെന്ന് തന്നെ ഒന്നും പറയാതെ നേരെ ബാത്റൂമിലേക്ക് കയറി. ഇച്ചായനിതെന്തു പറ്റി? ചിലപ്പോൾ സംസാരിക്കാൻ ചമ്മലുണ്ടായിരിക്കും. എന്തായാലും റെഡിയാവാം. തേയ വേഗം തന്നെ ബാഗ് ഓപ്പൺ ചെയ്തു. ജെയ്മി തന്ന ജീൻസും ടോപ്സും എടുത്തു വെച്ചു. ഏതിടും? ആ, ഇതിടാം. തേയ ഒട്ടും താമസിക്കാതെ ഡ്രസ് ചെയ്ത് റെഡിയായി. ഈ സമയം കൊണ്ട് ജിമിൻ കുളിച്ചിറങ്ങി. ബാത്റൂമിൽ നിന്നും വെളിയിലിറങ്ങിയ ജിമിൻ കാണുന്നത് ജീൻസും ടോപ്സും ഇട്ട് നിൽക്കുന്ന തേയയായിരുന്നു. ആദ്യമായിട്ടാണ് ജിമിൻ തേയെ ഈ വേഷത്തിൽ കാണുന്നത്. സ്ഥിരം സാരിയിലും കുർത്തിയിലും അവളെ കണ്ടിരുന്നത് കൊണ്ട് തന്നെ തേയ മോഡേൺ ഡ്രസ്സ് ഇടുമെന്ന് ജിമിൻ കരുതിയിരുന്നില്ല. തേയയ്ക്ക് ജീൻസും ടോപ്സും നന്നായി ചേരുന്നതായി അവന് തോന്നി. മിററിൽ നോക്കി മേക്കപ്പ് ചെയ്യുകയായിരുന്നു തേയ. ഇടയ്ക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് ജിമിൻ അവളുടെ പുറകിൽ നിൽക്കുന്നത് അവൾ കണ്ടത്. ആഹാ, ഇച്ചായൻ കുളി കഴിഞ്ഞിറങ്ങിയോ? ദേ നോക്കിക്കേ, എന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? തേയ ജിമിനെ നോക്കിക്കൊണ്ട് ആകാംക്ഷയോടെ ചോദിച്ചു. എന്നാൽ ജിമിൻ അവൾക്ക് ഉത്തരം നൽകാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തു പറ്റി ചായ? എനിക്കിത് ചേരുന്നില്ലേ? എങ്കിൽ ഞാനിത് മാറ്റാം. ഏയ് വേണ്ട വേണ്ട, തനിക്കിത് നന്നായി ചേരുന്നുണ്ട്. ഞാൻ തന്നെ ഈ വേഷത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നോക്കി നിന്നതാ. യു ലുക്സ് റിയലി ബ്യൂട്ടിഫുൾ. ജിമിന്റെ പ്രശംസ തേയുടെ മുഖത്തെ വല്ലാതെ ചുമപ്പിച്ചു. താങ്ക് യു. സത്യം പറഞ്ഞ ജേമിയാണ് എന്നെ കൊണ്ട് ഈ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യിപ്പിച്ചത്. ഞാൻ ആക്ച്വലി കുർത്തി ഇടാമെന്നാ വിചാരിച്ചത്. അതെന്തായാലും നന്നായി. ഇവിടെ ഇപ്പോ നമ്മ രണ്ടുപേരുമല്ലേ ഉള്ളൂ. പിന്നെ ട്രാവൽ ചെയ്യുമ്പോ കുർത്തിയൊക്കെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, ഇച്ചായനെന്താ ഡ്രസ് ചെയ്യാതെ നിൽക്കുന്നത്? ഓ, ഞാനതങ്ങ് മറന്നുപോയി. സുന്ദരിമാരായ ഭാര്യമാരുള്ളപ്പോ ചില സമയത്ത് ഭർത്താക്കന്മാർ ഇതുപോലെ ബോധമില്ലാതെ നിന്നു പോവും. ജിമിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോയി ഇച്ചായ. പിന്നെ ഇച്ചായൻ എന്താ ഇടാൻ പോകുന്നത്? കമ്പനിയിൽ പോകുന്നത് പോലെ കോട്ടും സ്യൂട്ടും ആണോ? നോ വേ, താനെന്നെ അങ്ങനെ കളിയാക്കണ്ട. ഞാനും അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്ത ആളാണ്. എനിക്ക് അതിന് ചേരുന്ന ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ വരാം. ഇതും പറഞ്ഞ് ജിമിൻ നേരെ ഡ്രസ്സിംഗ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഒരു ബ്ലാക്ക് ജീൻസും ടീഷർട്ടും ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നു. വാവ്, ഇച്ചായ, യു ലുക്ക് സോ ഹാൻസം. താങ്ക് യു. ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ ഒരുപാട് ട്രാവൽ കളക്ഷൻസ് ഉണ്ടെന്ന്. ഒന്നൊന്നായി ഞാൻ പുറത്തിറക്കാം. ആയിക്കോട്ടെ. ദേ സമയം 9 നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഓഫ് കോഴ്സ്. താൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തോ. നമ്മളിപ്പോ ഇറങ്ങിയാ പിന്നെ രാത്രിയെ തിരിച്ചെത്തൂ. ഞാനെല്ലാം ഈ ഹാൻഡ് ബാഗിൽ എടുത്തിട്ടുണ്ട്. ഓൾ റൈറ്റ്, എങ്കിൽ നമുക്ക് ഇറങ്ങിയേക്കാം. അങ്ങനെ ജിമിനും തേയും ഹോട്ടൽ റൂമിൽ നിന്നും റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവർ ഹോട്ടലിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ അവരെ കാത്ത് ടൂറിസ്റ്റ് ഗൈഡ് നിൽപ്പുണ്ടായിരുന്നു. ബോൺജോർ സാർ, മാഡം, ഹൗ വാസ് യുവർ സ്റ്റേ ഇൻ ഹോട്ടൽ? It was really nice. We are looking forward to the rest of the days. How was the breakfast? I hope you both enjoyed it. Oh, definitely. It was really delicious. I'm happy to hear that. Here onwards, you both are going to travel alone. Here is your car key, sir. The map of your destination is already set up in it. And here is my visiting card. If you need any help, please do contact me. I wish you a very happy trip. Thank you. I appreciate it. See you then. ടൂറിസ്റ്റിനോട് യാത്ര പറഞ്ഞ് കാറിൻ്റെ കീയുമായി ജിമിനും തേയും മുൻപോട്ട് നടന്നു. നമ്മുടെ കാറ് ഏതാ ഇച്ചായ? ജിമിൻ അപ്പോൾ കാർ കീ നീട്ടി അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്തു.
അപ്പോൾ സൗണ്ട് കേട്ടയിടത്തേക്ക് തേയ നോക്കി. OMG, പോഷി പനാമയോ? വീട്ടിൽ റോൾസ് റോയ്സ് കിടന്നിട്ടാണോ നീ ഇങ്ങനെ ഞെട്ടുന്നത്? അതല്ല, എനിക്ക് ഈ കാർ ഒരുപാട് ഇഷ്ടാ. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഇതിലൊന്ന് കയറണമെന്ന്. നിനക്കെങ്കിൽ നിന്റെ ഡാഡിയോട് പറയായിരുന്നല്ലോ ഒരു പോർഷെ എടുത്തു തരാൻ. ഏയ്, ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒരിക്കലെങ്കിലും ഇതിൽ കയറണം എന്നേ ഉള്ളൂ. എങ്കി വാ, ആഗ്രഹം ഇപ്പൊ തന്നെ സാധിച്ചേക്കാം. അങ്ങനെ ജിമിനും തേയും കാറിൽ കയറി. തേയ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ജിമിൻ തേയയുടെ സന്തോഷം കണ്ട് അവളെ നോക്കി ചിരിച്ചു. രണ്ടുപേരും കാറിൽ പാരീസ് ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. வானம் பார்த்து கிடந்தேனே, மழையாய் வந்து விழுந்தாயே, வழி துணையே நீயே. கண்டேன் கண்டேன் என்னுடையவளை, தந்தேன் தந்தேன் மிச்ச உயிரை. கண்டேன் கண்டேன் என்னுடையவனை, தந்தேன் தந்தேன் மிச்ச உயிரை. உற்று உன்னை பார்க்கையிலே தொற்று கிடைத்த தனிமையினை கற்று தந்த காதல் வலி. യാത്രയിലുടനീളം ജിമിനും തേയും ഒരുപാട് സംസാരിച്ചു. ഇരുവരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം അവർ പങ്കുവച്ചു. ആദ്യ ദിവസം അവർ പോയത് പാരീസിലെ ലോകപ്രശസ്തമായ മ്യൂസിയം വിസിറ്റ് ചെയ്യാനാണ്. പിന്നീട് ബോട്ട് ടൂർസ്, കൺസേർട്സ്, നൈറ്റ് ഷോസ്, ഡിസ്നിലാൻഡ് ആൻഡ് അങ്ങനെ പലയിടങ്ങളിലും പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ പോയി. ഡിസ്നിലാൻഡിൽ പോയ ദിവസം തേയും ജിമിനും വീണ്ടും കൊച്ചുകുട്ടികളായി. അവിടുത്തെ റൈഡ്സിലും മറ്റും കയറുകയും ഗെയിംസ് കളിക്കുകയും ചെയ്തു. അടുത്ത പ്രാവശ്യം ഉറപ്പായും ജെറിയെയും ഒപ്പം കൊണ്ടുവരണം എന്നവർ തീരുമാനിച്ചു. ജെറിക്ക് ഇഷ്ടമുള്ള ഡിസ്നി ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റഫ്ഡ് ടോയ്സ് വാങ്ങാനും അവർ മറന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഷോപ്പിങ്ങും അവർ പോയിരുന്നു. വീട്ടിലെല്ലാവർക്കും വേണ്ടി അവർ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഒരു ദിവസം ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ ജിമിൻ്റെ കണ്ണ് ഒരു കാര്യത്തിലുടക്കി. കുറേ ജ്വല്ലറി കളക്ഷൻസ്. അതിൽ സ്റ്റോൺ വർക്ക് ചെയ്ത ഒരു വേസ്റ്റ് ചെയിൻ ജിമിന് ഒരുപാട് ഇഷ്ടമായി. ജിമിനത് തേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങി. ഗിഫ്റ്റ് വാങ്ങി തിരിഞ്ഞു നടക്കുന്ന വഴിയിൽ ജിമിനറിയാതെ എതിരെ വന്ന ഒരു പെൺകുട്ടിയെ തട്ടി. അവൾ പെട്ടെന്ന് തന്നെ ജിമിനെ പിടിച്ചു തള്ളി. Hey man, don't you have eyes? Why did you push me? I'm really sorry. I didn't see you. Oh, really? I know the intention of people like you. You try to hit on girls. Hey, mind your words. You are overreacting. Look at you. People like you should be punished. You. ഇതും പറഞ്ഞുകൊണ്ട് ജിമിനെ തല്ലാൻ വേണ്ടി ആ പെൺകുട്ടി കൈയൂങ്ങി. അപ്പോഴേക്കും തേയ അവിടേക്ക് വന്ന് ആ പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചു. Don't you dare touch my husband. Your husband is a bad person. He tried to flirt with me. Lady, mind your words. I clearly saw what happened here. Not only me, but these people saw everything. It was you who walked and hit my husband. And I have the evidence. പെട്ടെന്ന് തേയ ആ പെണ്ണിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പേഴ്സ് എടുത്തു. അയ്യോ, എന്റെ പേഴ്സ്! അപ്പോഴാണ് ജിമിൻ അവൻ്റെ പോക്കറ്റ് തപ്പി നോക്കുന്നത്. പേഴ്സ് കയ്യിലില്ല എന്നവന് മനസ്സിലായി. You were pickpocketing. You tried to steal my husband's purse. That's my purse. You wanted to see whose purse is this? തേയ വേഗം തന്നെ പേഴ്സ് തുറന്ന് അതിൽ നിന്നും ജിമിനും ജെറിയുമുള്ള ഫോട്ടോ എടുത്ത് കാണിച്ചു. Now tell me, whose purse is this? ആ പെൺകുട്ടി കള്ളം വെളിച്ചത്തായെന്ന് കണ്ടപ്പോൾ അവിടെ നിന്നും ഓടിപ്പോകാൻ ശ്രമിച്ചു. പക്ഷേ തേയ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി.
അവിടെ ബഹളം കേട്ട് അടുത്തു നിന്നിരുന്ന പോലീസുകാർ അവരുടെ അടുത്തേക്ക് വന്നു. തേയയും ജിമിനും നടന്ന കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു. സംഭവം കണ്ടുനിന്നവർ സാക്ഷികളായി ആ പെൺകുട്ടിക്കെതിരെ മൊഴി കൊടുത്തു. അവസാനം പോലീസ് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം തേയ ജിമിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇച്ചായ, ഇച്ചായൻ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് സമയത്ത് താൻ വന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. താങ്ക് യു. തേയ ജിമിനെ നോക്കി. പിന്നെ ഞാൻ ഇടപെടാതിരിക്കൂ? എന്ത് ധൈര്യം ഉണ്ടേട്ടാ അവൾ എന്റെ ഇച്ചായന്റെ നേരെ കൈയൊങ്ങിയത്. ശരിക്കും പറഞ്ഞ എനിക്ക് അവൾക്കിട്ട് ഒരെണ്ണം പൊട്ടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അന്യദേശാണ്, അതാ പിന്നെ ഞാൻ സത്യമായിട്ടു ഇച്ചായ, അവളെങ്ങാനും ഇച്ചായനെ അടിച്ചിരുന്നെങ്കിൽ അവളുടെ അന്ത്യായിരുന്നേനെ. തേയ ദേഷ്യത്തോടെ ഓരോന്നും പറയുന്നത് കേട്ട് ജിമിൻ അവളെ തന്നെ നോക്കി നിന്നു. അറിയാതെ അവൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. തേയ ഇത് കണ്ട് അവൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു, എന്താ എന്താ പറ്റിയത് ഇച്ചായ? എന്തിനാ കരയുന്നേ? അത് ആദ്യമായിട്ടാ എനിക്ക് വേണ്ടി ഒരാളിങ്ങനെ സംസാരിക്കുന്നത്. ആദ്യമായിട്ടാ എൻ്റെ കൂടെ ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന തോന്നൽ എനിക്കുണ്ടാകുന്നത്. താങ്ക് യു സോ മച്ച് ദയ, എന്നെ തെറ്റിദ്ധരിക്കാതെ കൂടെ നിന്നതിന്. തെറ്റിദ്ധരിക്കാനോ? ഞാനോ? ഒരിക്കലുമില്ല. മറ്റെന്തിനേക്കാളും ഇച്ചായൻ എനിക്ക് വിശ്വാസമാണ്. ആരെന്ത് പറഞ്ഞാലും ഇച്ചായൻ പറയുന്നതാണ് എനിക്ക് വലുത്. എനിക്കറിയാലോ എൻ്റെ ഇച്ചായനെ. തേയയുടെ വാക്കുകൾ കേട്ട് ജിമിൻ അവളെ ഒരിക്കൽ കൂടി കെട്ടിപ്പിടിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസങ്ങളും യാത്രകളും തേയയും ജിമിനും തമ്മിലുള്ള അകലം കുറച്ചു. ഇരുവരും പരസ്പരം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ശരിക്കും രണ്ട് ഫ്രണ്ട്സ് ട്രിപ്പ് പോയതുപോലെ ആയിരുന്നു. പതിയെ പതിയെ ജിമിന് തേയയോടുള്ള അടുപ്പം പ്രണയമായി മാറുന്നത് മനസ്സിലാക്കാൻ പറ്റി. ഓരോ നിമിഷവും അവളെ കാണാതെ നീങ്ങാൻ സാധിക്കില്ല എന്നവൻ തിരിച്ചറിഞ്ഞു. തേയ അവനെ പൂർണ്ണമായും ആത്മാർത്ഥമായുമാണ് സ്നേഹിക്കുന്നത് എന്ന് അവളുടെ ഓരോ പ്രവൃത്തിയിലൂടെ അവൻ മനസ്സിലാക്കി. അവൻ്റെ ഓരോ ചെറിയ കാര്യങ്ങൾ അവൾ ഓർത്തിരിക്കുന്നത്, പ്രശ്നം വന്നാൽ കൂടെ നിൽക്കുന്നത്, എപ്പോഴും വാക്കുകളിലൂടെ ധൈര്യം നൽകുന്നത്. തേയയ്ക്ക് അവനോടുള്ള സ്നേഹത്തെ അവൻ്റെ ഉള്ളിൽ മുഴുവനായി നിറയ്ക്കാൻ സാധിച്ചു. തേയാണ് തൻ്റെ ജീവിതത്തിൽ വരാൻ അവൻ കാത്തിരുന്ന പെണ്ണെന്ന് ജിമിന് ബോധ്യമായി. നാളുകളായി മനസ്സുമായി മൽപ്പിടുത്തം പിടിച്ച ജിമിന അന്ന് ആ സത്യം തിരിച്ചറിഞ്ഞു. തേയയില്ലാതെ തനിക്കിനി ജീവിക്കാൻ സാധിക്കില്ല എന്ന്. അത്രമാത്രം അവൾ അവൻ്റെ മനസ്സിൽ പതിഞ്ഞു എന്ന്. ജിമിൻ അവൻ്റെ മനസ്സിൽ ഉടലെടുത്ത അവളോടുള്ള സ്നേഹത്തെ തേയെ അറിയിക്കാൻ തീരുമാനിച്ചു. രാവിലെ തേയ എഴുന്നേറ്റപ്പോൾ ബെഡിൽ ജിമിനെ കണ്ടില്ല. ഈ രാവിലെ ഇച്ചായനെവിടെ പോയി? തേയ ബെഡിൽ നിന്നും ഇറങ്ങി ബാത്റൂമിൽ കയറി നോക്കി. എന്നാൽ ജിമിനെ അവിടെ എങ്ങും കണ്ടില്ല. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഫോൺ വിളിച്ചു നോക്കാം. തേയ ഫോൺ എടുത്ത് ജിമിനെ വിളിക്കാൻ പോയപ്പോൾ ജിമിൻ്റെ കോൾ അവൾക്ക് വന്നു. തേയ വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ദയ. ഹലോ ഇച്ചായ, ഇച്ചായ എവിടെയാ? അത് പിന്നെ ദയ, ഞാനിവിടെ പുറത്തൊരു മീറ്റിങ്ങിന് വന്നതാ. മീറ്റിങ്ങോ? മീറ്റിങ്ങിന് പോകുന്ന കാര്യമൊന്നും ഇച്ചായൻ സൂചിപ്പിച്ചില്ലല്ലോ. എന്ത് പറയാനാ ദയ, ഞാൻ ഉറക്കത്തിലായിരുന്നു. അപ്പോഴാ പെട്ടെന്ന് ജോൺ വിളിച്ചിട്ട് പറഞ്ഞേ, ഞങ്ങളുടെ ഒരു വേണ്ടപ്പെട്ട ക്ലയൻറ്റ് പാരീസിലുണ്ട്, അപ്പോൾ ഡീലിൻ്റെ കാര്യം സംസാരിക്കാൻ അവരെ പോയി ഒന്ന് കാണണമെന്ന്. പക്ഷേ അവര് കമ്പനി വന്ന് സംസാരിച്ചാ പോരെ? സത്യം പറഞ്ഞാൽ അവർ കമ്പനിയിൽ വരാൻ വേണ്ടി ഇരുന്നതാ. പക്ഷേ എന്തോ എമർജൻസി, പിന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് കണ്ടേക്കാമെന്ന് തീരുമാനിച്ചു. ട്രിപ്പിന് കമ്പനി കാര്യങ്ങൾക്കൊക്കെ ബ്രേക്ക് ആണെന്ന് പറഞ്ഞിട്ട്. സോറി ദയ, ഒട്ടും മാറ്റിവെക്കാൻ പറ്റാത്തോണ്ടല്ലേ. സാരില്ല ഇച്ചായ, എനിക്ക് മനസ്സിലായി. ഇച്ചായൻ എപ്പോഴാ വരാ? ആക്ച്വലി ഞാൻ അതുകൂടി പറയാനാ വിളിച്ചത്. ഞാൻ എത്തുമ്പോൾ ശരിക്കും ലേറ്റ് ആവും. എന്തായാലും നമ്മളെല്ലാ സ്ഥലങ്ങളും പോയി കണ്ടല്ലോ. താൻ എന്തായാലും ഇന്ന് റെസ്റ്റ് എടുക്ക്.
പിന്നെ നാളെ തിരിക്കണ്ടേ, അപ്പോ ലഗേജ് എല്ലാം പാക്ക് ചെയ്. ജിമിൻ പറയുന്നത് കേട്ട് തേയ്ക്ക് ശരിക്കും വിഷമമായി. പക്ഷേ അവളത് മനസ്സിലടക്കി വെച്ചു. ശരി ചായ, ഞാനെങ്കിൽ എല്ലാം എടുത്തു വെച്ചേക്കാം. ആ പിന്നെ താൻ പുറത്തിറങ്ങണ്ട, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും തനിക്ക് റൂമിൽ കൊണ്ടുതരും. ഞാൻ അതിന് ഏർപ്പാടാക്കിയിട്ടാ വന്നത്. സോ താൻ ഇന്ന് ശരിക്കും റെസ്റ്റ് എടുത്തോ. ഓക്കെ ചായ, എങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വിളിക്ക്. പിന്നെ ഫുഡ് കഴിക്കാൻ മറക്കല്ലേ. മറക്കില്ല. എങ്കിൽ ശരി, താൻ വെച്ചോ. എന്നാലും ഈ അവസാനത്തെ ഡേ ചായനില്ലാതെ ഞാൻ എങ്ങനെ? തേയ വിഷമത്തോടെ കട്ടിലിരുന്നു. ട്രിപ്പിന് പോയപ്പോൾ നടന്ന ഓരോ കാര്യങ്ങളും ഓർത്ത് അവളിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച അവൾ ഒത്തിരി സന്തോഷിച്ചു. ജിമിൻ്റെ മറ്റൊരു മുഖം കാണാൻ അവൾക്ക് സാധിച്ചു. കഴിഞ്ഞ സമയങ്ങളിലെ ഓരോ കാര്യങ്ങളും ഓർത്ത് അറിയാതെ അവളുടെ മുഖത്ത് ഒരു ചിരി പടർന്നു. സമയം പോകുന്നത് മനസ്സിലാക്കി തേയ വേഗം തന്നെ ഫ്രഷായി. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റുമായി റൂം ബോയ് എത്തിയിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം തേയ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തർക്കും വേണ്ടി വാങ്ങിയത് തരം തിരിച്ച് തന്നെ പാക്ക് ചെയ്തു. ഏകദേശം പാക്കിംഗ് എല്ലാം അവസാനിച്ചപ്പോൾ ഉച്ചയായി. തേയ അപ്പോഴേക്കും വീട്ടിലേക്ക് വിളിച്ചു. ഫോൺ എടുത്തത് ജെറിയായിരുന്നു. ഹലോ മമ്മി. ഹലോ മോനെ. മോൻ എന്തെടുക്കുവാ? ഞാൻ ഇവിടെ അമ്മച്ചിയുടെ കൂടെ ഇരിക്കുവാ. മമ്മി എന്തെടുക്കുവാ? മമ്മി മോന് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്യാ. ഹായ് മമ്മി, എനിക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയോ? പിന്നെ വാങ്ങാതെ, മോന് വേണമെന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും മമ്മിയും പപ്പയും വാങ്ങിയിട്ടുണ്ട്. ആനു, താങ്ക് യു മമ്മി. പിന്നെ പപ്പ എന്തിയേ? പപ്പ പുറത്തു പോയിരിക്കുക. വരുമ്പോ മോനെ വിളിക്കാൻ പറയാം. ഓക്കെ മമ്മി, ഞാൻ ദേ അമ്മച്ചിയുടെ കൈ ഫോൺ കൊടുക്കുവാനേ. ബൈ. ഐ ലവ് യു. ഓക്കെ മോനെ, ബൈ. ഐ ലവ് യു. ജെറി ഫോൺ റീനയുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്നും പോയി. റീന ഫോൺ വാങ്ങി തേയോട് സംസാരിച്ചു. ആ മോളെ, എന്തായി? എല്ലാം എടുത്തു വെച്ചോ? എല്ലാം എടുത്തു വെച്ചു മമ്മി. ഇനി നാളെ ഇവിടുന്ന് തിരിച്ചാ മതി. ആഹാ, അത് ശരി. ഇത്രയും പെട്ടെന്ന് പാക്കിംഗ് കഴിഞ്ഞോ? ഇന്ന് നിങ്ങളെങ്ങും പോയില്ലേ? ഇല്ല മമ്മി, ഇച്ചായനെന്തോ ഇമ്പോർട്ടന്റ് മീറ്റിംഗ്, അതുകൊണ്ട് രാത്രി വരെ ബിസിയാണ്. അതെന്താ പെട്ടെന്നൊരു മീറ്റിംഗ്? ട്രിപ്പിന് പോകുമ്പോഴാണോ കമ്പനിക്കാരെ ഡീൽ ചെയ്യാൻ പോകുന്നത്? അതും മോളവിടെ ഒറ്റയ്ക്കാക്കിയിട്ട്? ഏയ്, അതൊരു എമർജൻസി വന്നതുകൊണ്ടാ മമ്മി. ഇന്ന് രാവിലെ വരെ ഒരു കമ്പനി കാര്യത്തിനും ഇച്ചായം പോയിട്ടില്ല. ഫുൾ ടൈം എന്റെ കൂടെ തന്നെയായിരുന്നു. ഞങ്ങൾ ശരിക്കും ഈ ട്രിപ്പ് ഒരുപാട് എൻജോയ് ചെയ്തു. എനിക്കത് കേട്ടാ മതി മോളെ. നിങ്ങള് സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ, അത് മതി. നിങ്ങൾ വരുന്നത് നോക്കി ജെറി ഇരിക്കുക. 2 ദിവസം മുൻപ് ജെയ്മി തിരിച്ചു പോയതിനു ശേഷം അവൻ ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. എനിക്കറിയാം മമ്മി, ഒരു ദിവസത്തിന്റെ കാര്യല്ലേ ഉള്ളൂ. എങ്കിൽ ശരി മോളെ, പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടുണ്ടാവും. അവിടെ ഉച്ചയായില്ലേ? ഉച്ചയായി മമ്മി. ഇനി എന്റെ വീട്ടിൽ കൂടി ഒന്ന് വിളിക്കണം. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കിടക്കണം. എന്തായാലും ശരിക്കും ഇന്ന് റെസ്റ്റ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. എങ്കിൽ ശരി മോളെ, ഞാൻ കോള് വെക്കുക. ഓക്കെ മമ്മി. കോള് കട്ട് ചെയ്തതിന് ശേഷം തേയ അവളുടെ വീട്ടിൽ വിളിച്ചു. മമ്മിയോടും ഡാഡിയോടും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ലഞ്ചുമായി വീണ്ടും റൂം ബോയ് വന്നു. ലഞ്ച് കഴിച്ചു കഴിഞ്ഞ് തേയ ജിമിന് മെസ്സേജ് അയച്ചു. എന്നാൽ തിരിച്ച് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. ഇച്ചായൻ ശരിക്കും ബിസി ആയിരിക്കും, അതാകും മെസ്സേജ് കാണാഞ്ഞ്. എന്തായാലും കിടന്നുറങ്ങാം. ഇച്ചായൻ വരുമ്പോ വിളിക്കുമായിരിക്കും. അങ്ങനെ തേയ കിടന്നുറങ്ങാൻ വേണ്ടി ബെഡിൽ കിടന്നു. കുറച്ചു നേരം ഫോണിൽ പലതും നോക്കി. പതിയെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. റൂം ബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ടിട്ടാണ് തേയ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത്. നേരം നന്നായി വൈകിയെന്ന് അവൾക്ക് പുറത്തെ ഗ്ലാം വിൻഡോ നോക്കിയപ്പോൾ മനസ്സിലായി. സമയം അറിയാൻ വേണ്ടി അവൾ ഫോൺ ഓണാക്കി. ദൈവമേ, 6 മണിയായോ? ഞാനപ്പോ എത്ര നേരമാ കിടന്നുറങ്ങിയത്? തേയ അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ വീണ്ടും ബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ടു. അയ്യോ, ബെല്ലിന്റെ ശബ്ദല്ലേ? ചിലപ്പോ ഇച്ചായനായിരിക്കും. തേയ വൈകാതെ ബെഡിൽ നിന്നും ഇറങ്ങി ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നു.
ഡോർ തുറന്നു. ജിമിനാണെന്ന് കരുതി ഡോർ തുറന്ന് തേയ കാണുന്നത് ആ ഹോട്ടലിലെ ഒരു എംപ്ലോയി ആയിരുന്നു. Good evening, madam. I hope you had a good rest. I'm here to deliver this to you. എംപ്ലോയി ഒരു കവർ തേയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. Thank you, but I didn't order anything. This is from your husband. He gave this to us for giving you. My husband? Yes, madam. Please take this. തേയ തനിക്കു നേരെ നീട്ടിയ കവർ വാങ്ങി. I hope you have a great night. ഇതും പറഞ്ഞ് ഹോട്ടൽ എംപ്ലോയി അവിടെ നിന്നും പോയി. തേയ ഡോർ അടച്ച് റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി. പിന്നെ ബെഡിലിരുന്നു. എന്നാലും ഇച്ചാൻ എന്തിനായിരിക്കും ഇത് ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ഇതില് എന്തായിരിക്കും നോക്കാം. തേയ കവർ തുറന്നു നോക്കി. ആദ്യം തന്നെ അവൾക്കൊരു കാർഡ് കിട്ടി. അവളത് തുറന്നു വായിച്ചു. To my loving wife. Dear Thea, പാരീസിൽ വന്നിട്ട് ഈഫിൽ ടവർ കാണാതെ പോകുന്നത് മോശമല്ലേ? ഞാൻ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്നറിയണമെങ്കിൽ ഞാൻ തന്ന ഈ സമ്മാനം ധരിച്ചുകൊണ്ട് കൃത്യം 7 മണിയാവുമ്പോൾ ഹോട്ടലിന് താഴെ വന്നു നിൽക്കുക. എന്ന് യുവർ ഹബ്ബി ജിമിൻ. കാർഡ് വായിച്ചു കഴിഞ്ഞപ്പോൾ തേയുടെ മുഖത്ത് ചന്ദ്രൻ ഉദിച്ചതുപോലെ ഒരു തിളങ്ങിയ ചിരി പടർന്നു. അവൾ സന്തോഷത്തോടും ആകാംക്ഷയോടും കൂടി ഉള്ളിലിരുന്ന കവർ തുറന്നു. അതിലൊരു ബ്ലാക്ക് ഡിസൈനർ സാരിയായിരുന്നു. സാരിയോടൊപ്പം ഒരു സെറ്റ് കമ്മലും വളകളും പിന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യവും കൂടി ഉണ്ടായിരുന്നു. ഇത് ഇത് വേസ്റ്റ് ഷീനല്ലേ? ഇതെല്ലാം ഇച്ചാൻ എപ്പോ വാങ്ങി? തേയ ഓരോന്നും മാറി മാറി എടുത്തു നോക്കി. അവൾക്ക് ജിമിൻ്റെ സമ്മാനം ഒരുപാട് ഇഷ്ടമായി. അയ്യോ, സമയം പോന്നല്ലോ. 7 മണിയാകാൻ 3/4 മണിക്കൂർ കൂടെ ഉള്ളൂ. വേഗം റെഡിയാവാം. തേയ പിന്നീട് താമസിച്ചില്ല. വേഗം തന്നെ കുളിച്ച് സാരി ഉടുത്തു. ജിമിൻ സമ്മാനിച്ച കമ്മലും വളകളും അവൾ അണിഞ്ഞു. കഴുത്തിൽ മിന്നുമാല ഉണ്ടായതുകൊണ്ട് തേയ വേറെ മാല ഇടാൻ നിന്നില്ല. പിന്നെ അവൾ ജിമിൻ ഗിഫ്റ്റ് ചെയ്ത വേസ്റ്റ് ചെയിൻ ഇട്ടു. ഇടുപ്പിന് ചുറ്റും ചേർന്നടിഞ്ഞു. കണ്ണാടിയിലൂടെ അവൾ ഒന്നുകൂടി നോക്കി. ഇച്ചായന്റെ സെലക്ഷൻ എന്തായാലും കൊള്ളാം. ഇതെല്ലാം അണിഞ്ഞു നിൽക്കുമ്പോ എന്തോ. തേയ അങ്ങനെ കണ്ണാടിയിൽ നോക്കി നിൽക്കുമ്പോൾ ഫോണിൽ അലാം അടിക്കുന്നത് കേട്ടു. അയ്യോ, 7 മണി ആയല്ലോ. താഴേക്ക് പോവാം. തേയ ഡോർ ലോക്ക് ചെയ്ത് ഒരു ഹാൻഡ് ബാഗും എടുത്ത് പുറത്തിറങ്ങി. ഹോട്ടലിന് വെളിയിൽ ജിമിൻ കാറിൻ്റെ അടുത്ത് ഫോർമൽ ഷർട്ടിലും പാൻസിലും നിൽക്കുന്നത് കണ്ടു. തേയയെ കണ്ട ഉടനെ ജിമിൻ അവളെ നോക്കി ചിരിച്ചു. ഒരു ചെറിയ നാണത്തോടെ തേയ ജിമിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ജിമിൻ അവളെ അടിമുടി നോക്കി. ഇന്ന് അവളെ താൻ കൊടുത്ത സാരിയിൽ കാണാൻ അതീവ സുന്ദരിയായി എന്ന് അവന് തോന്നി. തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. താങ്ക് യു ചായ. ഞാൻ ഈ സർപ്രൈസ് തീരെ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഈ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടമായി. സർപ്രൈസ് കഴിഞ്ഞിട്ടില്ല. താൻ വാ, കാറി കയറ്. ജിമിൻ പാസഞ്ചർ സീറ്റിൻ്റെ ഡോർ തേയയ്ക്ക് തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. തേയ കാറിൻ്റെ ഉള്ളിൽ കയറി. ജിമിൻ ഡോർ അടിച്ചിട്ട് ഡ്രൈവിംഗ് സീറ്റിന് നേരെ നടന്നു. കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു. ആ, പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെ താൻ ഈ ബ്ലൈൻഡ് ഫോൾഡ് ഇടണം. ഇതൊക്കെ എന്തിനാ ചായ? അതൊക്കെയുണ്ട്. ദേ ഇത് വെച്ചേ, കണ്ണടക്കി. ജിമിൻ തേയുടെ കണ്ണിന് ചുറ്റും ബ്ലൈൻഡ് ഫോൾഡ് കൊണ്ട് മുറുകെ കെട്ടി. ഓക്കെ, പോവാം. കാർ യാത്രയിൽ ഉടനീളം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സ്ഥലമെത്തി ജിമിൻ കാർ പാർക്ക് ചെയ്തു. തേയ, നമ്മൾ സ്ഥലത്തെത്തി. താൻ അവിടെ തന്നെ ഇരിക്കി. ബ്ലൈൻഡ് ഫോൾഡ് ഊരരുതേ. തേയ ജിമിൻ പറഞ്ഞതനുസരിച്ച് അനങ്ങാതെ സീറ്റിൽ തന്നെ ഇരുന്നു. ജിമിൻ വേഗം തന്നെ സീറ്റ് ബെൽറ്റ് ഊരി ഡോർ തുറന്ന് കാറിൽ നിന്നും ഇറങ്ങി. അവൻ തേയയുടെ പാസഞ്ചേഴ്സ് ഡോറിൻ്റെ അടുത്ത് വന്ന് ഡോർ തുറന്നു. സീറ്റ് ബെൽറ്റ് ഊരി തേയയുടെ കൈ പിടിച്ച് പതിയെ അവളെ കാറിൽ നിന്നും ഇറക്കി. ഡോർ അടച്ചതിനു ശേഷം ജിമിൻ തേയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് നടത്തി. നമ്മളിത് എവിടേക്ക് ചായ പോകുന്നത്? അതൊക്കെയുണ്ട്. നീ എൻ്റെ കൂടെ വാ.
പക്ഷേ എനിക്കൊന്നും കാണുന്നില്ലല്ലോ. അതിനല്ലേ ഞാൻ നിന്നിങ്ങനെ പിടിച്ചിരിക്കുന്നത്. ജിമിൻ തന്നെ ചേർത്ത് പിടിച്ച് നടക്കുമ്പോൾ, തന്നോട് സംസാരിക്കുമ്പോൾ, അവൻ്റെ ശ്വാസം തൻ്റെ മുഖത്ത് തട്ടുമ്പോൾ തേയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും പോകുന്ന വഴിയിൽ ഒന്നും മിണ്ടിയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജിമിൻ നടത്തം നിർത്തി. അവൻ തേയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, തേയ, ഞാൻ ബ്ലൈൻഡ് ഫോൾഡ് അഴിക്കാൻ പോവാണ്. തേയ തലയാട്ടി. ജിമിൻ തേയുടെ പുറകിൽ നിന്നും ബ്ലൈൻഡ് ഫോൾഡിൻ്റെ കെട്ടഴിച്ചു. കുറേ നേരം കണ്ണടച്ചിരുന്നതുകൊണ്ട് കണ്ണ് തുറന്നപ്പോൾ ആകപ്പാടെ ഒരു മങ്ങലായിരുന്നു തേയ്ക്ക് തോന്നിയത്. പതിയെ കണ്ണടച്ചും തുറന്നും അവൾ മുന്നിലുള്ളത് എന്താണെന്ന് കാണാൻ ശ്രമിച്ചു. അവസാനം അവൾ അത് കണ്ടു. പ്രണയത്തിൻ്റെ പ്രതീകമായി കമിതാക്കൾ ഒരുമിച്ച് കാണാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഈഫിൽ ടവർ പ്രകാശഭരിതമായി തിളങ്ങി നിൽക്കുന്ന കാഴ്ച. Wow, Eiffel Tower. ഈഫിൽ ടവർ കണ്ട തേയ അത്ഭുതത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ ഈഫിൽ ടവറിൻ്റെ പ്രകാശം തിളങ്ങി നിന്നു. ഈഫിൽ ടവറിൻ്റെ ഭംഗിയിൽ മുഴുകി നിന്ന തേയ ജിമിൻ്റെ കൈകൾ അവളുടെ തോളിൽ പിടിച്ചത് അറിഞ്ഞത് കുറച്ചു വൈകിയായിരുന്നു. ജിമിൻ തേയുടെ ചെവിയോട് ചേർന്ന് പറഞ്ഞു, ഇത് കാണാതെ നമ്മൾ ഇവിടെ നിന്നും പോകുന്നതിൽ ഒരർത്ഥവുമില്ല. തനിക്ക് ഇഷ്ടായോ? ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. എങ്കിലേ സർപ്രൈസ് അവസാനിച്ചിട്ടില്ല. ദേ അവിടേക്ക് നോക്കിക്കേ. ജിമിൻ തേയുടെ മുൻപിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. തേയ ജിമിൻ കാണിച്ച ഇടത്തേക്ക് നോക്കി. അവിടെ ഒരു ടേബിളും 2 ചെയറും ഇട്ടിരിക്കുന്നു. ടേബിളിൽ ഒരു വൈറ്റ് ക്ലോത്ത്, അതിനു മുകളിൽ കാൻഡിൽസും റോസ് പെറ്റൽസും. ടേബിളിലേക്കുള്ള വഴിയിൽ റോസ് പെറ്റൽസ് കൊണ്ട് പാത പോലെ അലങ്കരിച്ചിരുന്നു. സൈഡിലായി ഫെയറി ലൈറ്റ്സും ഹാർട്ട് ബലൂൺസും കൊണ്ട് അലങ്കരിച്ചിരുന്നു. ടേബിളിൻ്റെ അടുത്തായി കുറച്ചു പേർ വയലിൻ വായിക്കുന്നു. അവരെ കാത്ത് ഒരു വെയിറ്റർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതെന്ത് ചായ? ഞാൻ പറഞ്ഞില്ലേ, പാരീസിൽ വന്നിട്ട് ഈഫിൽ ടവറിന്റെ വ്യൂവിൽ ഒരു റൊമാൻറ്റിക് ഡിന്നർ കഴിക്കാതെ ഇവിടെ നിന്ന് എങ്ങനെ പോകാനാണ്? അതുകൊണ്ടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തത്. അപ്പോ രാവിലെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പോയത് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാനായിരുന്നല്ലേ? ആഹാ, കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. എൻ്റെ ഒരു ദിവസത്തെ കഷ്ടപ്പാടാ. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. എങ്കി വാ, താമസിക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ജിമിൻ തേയുടെ കൈ പിടിച്ച് ഫ്ലവർ കാർപ്പറ്റിലൂടെ നടത്തി ടേബിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ടേബിളിൻ്റെ അടുത്തെത്തിയപ്പോൾ ജിമിൻ ചെയർ നീക്കിക്കൊടുത്തു. തേയ ചെയറിലിരുന്നു. ജിമിൻ മറ്റേ ചെയറിലിരുന്നു. വെയിറ്റർ 2 പേരുടെയും ഓർഡർ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡുമായി അവർ വന്നു. 2 പേർക്കുമായി സെർവ് ചെയ്തു. ജിമിനും തേയും സന്തോഷത്തോടെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ തേയ വീട്ടിൽ വിളിച്ച് കാര്യങ്ങളും ഹോട്ടലിൽ ഇരുന്ന് സാധനങ്ങൾ പാക്ക് ചെയ്തും ഒക്കെ പറഞ്ഞു. ജിമിനാകട്ടെ രാവിലെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി തേയ്ക്ക് വേണ്ടി സർപ്രൈസ് പ്ലാൻ ചെയ്തത് എങ്ങനെയെന്നെല്ലാം പറഞ്ഞു. ഞാൻ വിചാരിച്ചു നമുക്കിന്ന് ഇവിടെ സ്ലോട്ട് കിട്ടില്ലായിരിക്കും എന്ന്. ഞാൻ ബുക്ക് ചെയ്യാൻ ചെന്നപ്പോൾ സ്ലോട്ടെല്ലാം ബുക്കായി എന്ന് ഇവിടുത്തെ മാനേജർ പറഞ്ഞു. ഞാൻ ശരിക്കും വല്ലാതെ വിഷമിച്ചു. പിന്നെ എനിക്കറിയാവുന്നൊരു പാർട്ടിയായിരുന്നു ഇവിടുത്തെ മെയിൻ ഹെഡ്. കുറച്ച് പൈസ കൊടുത്ത് ഞാൻ സംഭവം ബുക്കാക്കി. അയ്യോ, ഈ ചായ എന്തിനാ അത്രയും പൈസയൊക്കെ ചിലവാക്കിയത്? ഏയ്, താൻ അങ്ങനെയൊന്നും ചിന്തിക്കാതെ. ഇത് ഞാൻ തനിക്ക് തരുന്ന സർപ്രൈസ് ആണ്. അതുകൊണ്ട് ഇത് ഏറ്റവും സ്പെഷ്യൽ ആയിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. ജിമിൻ്റെ വാക്കുകൾ കേട്ട് തേയ ജിമിൻ്റെ കൈ പിടിച്ചു. താങ്ക് യു ചായ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ്. തൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. ആ, എന്തായാലും ഫുഡൊക്കെ കഴിച്ചല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു ചായ. ഓക്കെ, എങ്കിൽ നമുക്ക് കുറച്ചു നേരം അവിടേക്ക് നടക്കാം. ശരി ചായ. ജിമിനും തേയും അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം അടുത്തുള്ള ലേക്കിൻ്റെ സൈഡിലേക്ക് പതിയെ നടന്നു. തണുത്ത കാറ്റ് അവരെ പതിയെ തലോടിക്കൊണ്ട് അലയടിച്ചു പോയി. 2 പേരുടെയും കൈകൾ കോർത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജിമിൻ നിന്നു.
എന്തു പറ്റി ചായ? എന്താ നിന്നത്? അതോ, ജിമിൻ തേയയുടെ നേരെ നടന്നു. അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എന്താ ചായ ഇങ്ങനെ നോക്കുന്നത്? ഈ നിലാവുള്ള രാത്രി നിന്നെ കാണാൻ എന്ത് സുന്ദരിയായിരിക്കുന്നെന്ന് അറിയാമോ? ജിമിൻ തേയയുടെ കൈ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് വലിച്ചടിപ്പിച്ചു. തേയ അവളുടെ 2 കൈകളും ജിമിൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു. ജിമിൻ അവൻ്റെ നോട്ടം തേയുടെ കണ്ണുകളിൽ നിന്നും അവളുടെ ചുണ്ടുകളിലേക്ക് മാറ്റി. അവൻ കൈയെടുത്ത് തേയുടെ മുഖം പിടിച്ചു. ജിമിൻ തന്നെ നോക്കുന്നത് കണ്ട് തേയ നാണത്തോടെ മുഖം മാറ്റി. അവൾ അവനെ തട്ടിമാറ്റി ഓടാൻ ശ്രമിച്ചു. എന്നാൽ ജിമിൻ അവളെ ചുറ്റിപ്പിടിച്ചു. അവനോട് ചേർത്തു നിർത്തി. വീട്ടിൽ ചായ, നേരെ ഒരുപാട് വൈകി. നമുക്ക് പോവണ്ടേ? പോകാം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. അത് താൻ കേൾക്കണം. ജിമിൻ്റെ വാക്കുകൾ കേട്ട് തേയ പതിയെ ജിമിനെ നോക്കി. ജിമിൻ തേയെ അവൻ്റെ കൈത്തടത്തിൽ നിന്നും സ്വതന്ത്രയാക്കി. തേയ തിരിഞ്ഞ് ജിമിനെ നോക്കി. എന്താ ചായന് പറയാനുള്ളത്? അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ജിമിൻ പെട്ടെന്ന് തേയുടെ മുഖത്തു നിന്നും നോട്ടം മാറ്റി താഴെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ജിമിൻ്റെ പരിങ്ങൾ കണ്ട് തേയ ജിമിൻ്റെ കയ്യിൽ പിടിച്ചു. തേയ തൻ്റെ കയ്യിൽ പിടിച്ചതറിഞ്ഞ് ജിമിൻ അവളെ നോക്കി. ഒരു ചെറിയ ചിരിയോടെ തേയ ജിമിനെ നോക്കി. എന്താണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോളൂ ചായ. എന്താണെങ്കിലും ഞാൻ കേൾക്കാൻ ഇവിടെ തന്നെ ഉണ്ട്. തേയയുടെ വാക്കുകൾ ജിമിന് ആശ്വാസമായി തോന്നി. അവൻ തേയുടെ 2 കൈകളും അവൻ്റെ കൈകളോട് ചേർത്ത് വെച്ച് പറഞ്ഞു. തേയ, എനിക്ക് സംഭവിച്ച ദുരനുഭവത്തിന് ശേഷം ഞാനൊരു വിവാഹ ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. എന്നാ ജെറിക്ക് വേണ്ടി ഞാൻ ആ തീരുമാനം മാറ്റി. കാരണം എനിക്ക് തന്നോട് എന്തോ പ്രത്യേക ഒരു ഫീലിങ്സ് തോന്നിയത് കൊണ്ടാ. തേയ്ക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ആദ്യ രാത്രി ഞാൻ പറഞ്ഞ വാക്കുകൾ? എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് തന്നോടുള്ള ഫീലിങ്സിന് ഒരു ഉറപ്പ് വന്ന ഞാൻ തന്നോടത് പറയുമെന്ന്. ജിമിൻ്റെ വാക്കുകൾ കേട്ട് തേയ തലയാട്ടി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മ തമ്മിൽ സ്പെൻഡ് ചെയ്ത ടൈം ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ പഴയ വ്യക്തിത്വത്തിലേക്ക് എന്നെ നീ കൊണ്ടുപോയി. നഷ്ടപ്പെട്ട എന്നെ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു എനിക്ക്. എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നെനിക്കറിയില്ല. എന്നാ ഒരു കാര്യം മാത്രം അറിയാം, അതിന് കാരണം നീയാണെന്ന്. തേയ ജിമിൻ പറയുന്നത് കേട്ടുകൊണ്ട് നിന്നു. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് അവൾ ശ്രദ്ധിച്ചു. നീ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അറിയാതെ കടന്നു വന്നവളാണ്. ഒരിക്കൽ പോലും നിന്നെ ഞാൻ പരിഗണിക്കാൻ ശ്രമിച്ചിട്ടില്ല. എങ്കിലും ഞാൻ പോലും അറിയാതെ നീ എൻ്റെ മനസ്സിൽ കയറിപ്പറ്റി. ഇന്ന് ഈ ലോകത്തെ ജെറിയല്ലാതെ മറ്റൊരാളെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നീയാണ് തേയ. ജിമിൻ്റെ വാക്കുകൾ കേട്ട് തേയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് തേയ. ഐ ലവ് യു. ജിമിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇച്ചായ, അതെ തേയ, ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു. നീ ഇല്ലാതെ എനിക്കിനി പറ്റില്ല. അത്രമാത്രം നീ എൻ്റെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്നു. സന്തോഷം കൊണ്ട് തേയ ജിമിനെ കെട്ടിപ്പിടിച്ചു. 2 പേരും കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ നിന്നു. ഞാൻ വിശ്വസിച്ചോട്ടെ? ഇച്ചായ നീ പറഞ്ഞതല്ല? വിശ്വസിക്കാം. നിനക്കിനി ഒരു കുറവും ഞാൻ വരുത്തില്ല. കാരണം ഞാൻ നിന്നെ പൂർണ്ണമായും എൻ്റെ ഭാര്യയെ സ്വീകരിച്ചു കഴിഞ്ഞു. നീ എൻ്റെ പെണ്ണാണ്, എൻ്റെ മാത്രം, എൻ്റെ ജീവന്റെ ബാധി. മതി ചായ, ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെ വർഷങ്ങളുടെ എൻ്റെ കാത്തിരിപ്പിന് ഇന്ന് അവസാനമാണ്. ഞാൻ ഇച്ചായന്റെ മാത്രമായില്ലേ? ഇച്ചായൻ എന്നെ തിരിച്ചും പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് മാത്രം മതി ചായ. I love you too. I love you so much.
ജിമിനും തേയും അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരിടിവെട്ടി മഴ പതിയെ പെയ്തുകൊണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മഴയുടെ ശക്തി കൂടി. പെട്ടെന്ന് അവർ രണ്ടുപേരും ഒരു ശബ്ദം കേട്ടു. Excuse me, sir, madam. It's better if you both leave. The weather is going to be bad. Yes, we are leaving. ജിമിൻ തേയെ നോക്കി അവളുടെ കയ്യിൽ പിടിച്ചു. നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്നാ പനി പിടിക്കും. ആ ശരിയാ, വേഗം പോവാം. ജിമിനും തേയും അങ്ങനെ അവിടെ നിന്നും ഓടി നേരെ കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി. കാറിൻ്റെ അടുത്തെത്തിയപ്പോൾ ജിമിനും തേയും ഡോർ തുറന്ന് അകത്ത് കയറി. രണ്ടുപേരും നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ശരീരം മുഴുവനും നനഞ്ഞതുകൊണ്ട് തണുപ്പ് കാരണം രണ്ടുപേരും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജിമിനും തേയും പരസ്പരം നോക്കി. ജിമിന് തേയിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല. ജിമിൻ്റെ കണ്ണുകൾ തന്നോട് മറ്റെന്തോ സംസാരിക്കുന്നതായി തേയയ്ക്ക് തോന്നി. തേയ നാണിച്ച് മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് വേഗം പോവാം. AC കൊണ്ട് പനി പിടിക്കും. ശരിയാ, ഇവിടെ ഇങ്ങനെ ഇരുന്നാ ശരിയാവില്ല. ജിമിൻ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. വേഗം തന്നെ കാർ സ്റ്റാർട്ട് ചെയ്തു. തിരികെ പോകുന്ന വഴിയിൽ തേയുടെ കയ്യിൽ ജിമിൻ പിടിച്ചു. തണുത്തുറഞ്ഞ അവൻ്റെ കൈകൾ അവളുടെ കയ്യിൽ സ്പർശിച്ചപ്പോൾ തേയുടെ ഉള്ളിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. ജിമിൻ പതിയെ തേയുടെ കൈകൾ ഗിയറിൻ്റെ മുകളിൽ എടുത്തു വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ അവൻ്റെ കൈ എടുത്തു വെച്ചു. ഹോട്ടലിലെത്തുന്നത് വരെ അവർ കൈ അങ്ങനെ തന്നെ ഗിയറിൻ്റെ മുകളിൽ വെച്ചിരുന്നു. കുറേ നേരം കൈകൾ ചേർന്നിരുന്നതുകൊണ്ട് ചെറിയ ചൂട് അവർക്ക് അനുഭവപ്പെട്ടു. അത് അവർക്കൊരാശ്വാസമായിരുന്നു. ഹോട്ടലിലെത്തിയ ഉടനെ തേയ കാറിൽ നിന്നും ഇറങ്ങി ജിമിനെ നോക്കി നിൽക്കാതെ അവൾ ലിഫ്റ്റിൻ്റെ മുൻപിൽ ചെന്ന് ബട്ടൺ ഞെക്കി. എന്നാൽ ലിഫ്റ്റ് ഓപ്പണായി. അവൾ അതിൻ്റെ ഉള്ളിൽ കയറിയുടനെ ജിമിനോടി ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി. തേയ ജിമിന് മുഖം കൊടുക്കാതെ ലിഫ്റ്റിൻ്റെ ഒരറ്റത്തേക്ക് മാറി നിന്നു. ജിമിൻ പക്ഷേ തേയുടെ അടുത്തേക്ക് നടന്നു. അവളോട് ചേർന്ന് നിന്നു. പക്ഷേ അപ്പോഴേക്കും അവരുടെ ഫ്ലോർ എത്തി ലിഫ്റ്റ് ഓപ്പണായി. തേയ വേഗം ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു. റൂം അൺലോക്ക് ചെയ്ത് അകത്ത് കയറി. ജിമിൻ പുറകെ വരുന്നതും ഡോർ ലോക്ക് ചെയ്യുന്നതും തേയ അറിഞ്ഞു. ഒന്നും മിണ്ടാതെ അവൾ പുറം തിരിഞ്ഞു നിന്നു. പതിയെ ജിമിൻ അവളുടെ അടുത്ത് നടന്നു വരുന്നത് അവൾ അറിഞ്ഞു. ജിമിൻ തേയുടെ തോളിൽ പിടിച്ചു അവളെ തിരിച്ചു നിർത്തി. തേയ ജിമിന് മുഖം കൊടുക്കാതെ മുഖം കുരിച്ചു നിൽക്കുകയായിരുന്നു. ജിമിൻ തേയുടെ മുഖം പിടിച്ചുയർത്തി. ഹേയ്, താനെന്താ എൻ്റെ അടുത്ത് നിന്ന് ഓടി മാറുന്നത്? അത് ഞാൻ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ? ഏയ് അങ്ങനൊന്നുമില്ല. പിന്നെ എന്താ? അത് തനിക്ക് നാണം വരുന്നുണ്ടോ? ഒന്ന് പോയി ചായ. തേയ നാണത്തോടെ ജിമിനെ തള്ളി മാറ്റി. എന്നാൽ ജിമിൻ തേയെ ചേർത്ത് പിടിച്ചു നിർത്തി. ఏమిటో ఇది వివరించలేనిది. ആ, ഇപ്പഴേ നാണിച്ച എങ്ങനെയാ? ഇനി അങ്ങോട്ട് സമയം കിടക്കുവല്ലേ? ജിമിൻ തേയുടെ ചുണ്ടുകളിൽ വിരൽ കൊണ്ട് തടവിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ എൻ്റേത് മാത്രമാക്കി മാറ്റുമെന്ന്. അതിനുള്ള സമയമായി. നീ ഇനി എൻ്റേത് മാത്രമായിരിക്കും. എൻ്റേത് മാത്രം. അവളുടെ കാലുകൾ തളരുന്നത് പോലെ തോന്നി. ജിമിൻ അവളെ അവൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു.
മുറിവുകളിലൂടെ സഞ്ചരിച്ചു. അവൻ സമ്മാനിച്ച വേസ്റ്റ് ചെയിനിൽ അവൻ്റെ കൈ ഉടക്കി. ജിമിൻ അവൻ്റെ ചുണ്ടുകൾ തേയുടെ ചുണ്ടുകളിൽ നിന്നും പതിയെ അടർത്തി മാറ്റി. ഈ വേസ്റ്റ് ചെയ്യാൻ കണ്ടപ്പോൾ നിന്റെ ഇടുപ്പിൽ ഇതിട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ എത്ര വട്ടം ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഇന്ന് നിന്നെ ഞാൻ ഇതിട്ട് കണ്ടപ്പോൾ സത്യം പറയാലോ തേയ, എൻ്റെ കൺട്രോൾ പോയി. ജിമിൻ്റെ വാക്കുകൾ തേയുടെ മുഖത്തെ വല്ലാതെ ചുമപ്പിച്ചു. ഈ ചെയിൻ ഇട്ട് നിന്നെ കാണാനുള്ള അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ, എനിക്ക് മാത്രം. എൻ്റേതായി നീ മാറുന്ന സമയത്ത് ഈ ചെയിൻ നിന്റെ ഇടുപ്പിൽ ഒഴുകിക്കിടക്കുന്നത് എനിക്ക് കാണണം. ഇച്ച, ഷ്ഷ്. നീ ഇനി ഒന്നും ശബ്ദിക്കില്ല. എനിക്ക് വേണം നിന്നെ. ഇന്ന് രാത്രി ഞാൻ നിന്നെ എന്നേക്കുമായി എൻ്റെ സ്വന്തമാക്കാൻ പോവാ. ജിമിൻ പതിയെ തേയെ എടുത്തുപൊക്കി ബെഡിലേക്ക് കിടത്തി. സമയം പോകുന്നതിനനുസരിച്ച് ഓരോന്നായി അവരുടെ വസ്ത്രങ്ങൾ ബെഡിൻ്റെ താഴേക്ക് വീണു. ജിമിൻ തേയെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. ഓരോ അലകളായി ഒരു തിരമാല പോലെ അവൻ അവളിലേക്ക് ചേർന്നൊഴുകി. തേയുടെ കണ്ണുകൾ ഇന്നുവരെ അറിയാത്ത എന്തോ അനുഭവിക്കുന്നതിൻ്റെ സുഖത്തിൽ നിറഞ്ഞൊഴുകി. അവളുടെ നക്ഷതങ്ങൾ ജിമിൻ്റെ പുറകിൽ ഒരു ചിത്രമെന്ന പോലെ പടർന്നു. ജിമിൻ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് തേയെ നിർത്താതെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. ഇരുവരും സമയത്തിനതീതമായി തമ്മിൽ ലയിച്ചു ചേർന്നു. ജിമിൻ തേയുടെ ഉള്ളിലേക്ക് ഒരു മഴയായി പെയ്തിറങ്ങിയപ്പോൾ തേയ ഒരു പനിനീർ പൂവായി വിരിയുകയായിരുന്നു. പുറത്തെ മഴ അവരുടെ സംഗമത്തിന് അകമ്പടിയായി പെയ്തുകൊണ്ടേയിരുന്നു. ഇടയ്ക്കെപ്പോഴോ ജിമിൻ തേയോട് പറഞ്ഞു, ഇനി നിന്നെ എന്നിൽ നിന്നും പറിച്ചു മാറ്റാൻ ഒരാൾക്കും സാധിക്കില്ല തേയ. നീ എൻ്റെയാ, എൻ്റെ മാത്രം. ഐ ലവ് യു. I love you too, Chaya.